ലോഗോസ് 2024 എപ്പിസോഡ് 7 ലൂക്ക 10, 11, 12 അധ്യായങ്ങൾ. ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യം 1. യേശു താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും ഈ 2 പേരായി തനിക്ക് മുമ്പേ അയച്ചത് എത്ര പേരെ? ഉത്തരം 72. ചോദ്യം 2. യേശു 72 പേരെ തിരഞ്ഞെടുത്ത് അയച്ചപ്പോൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ആദ്യമേ എന്താശംസിക്കണമെന്നാണ് അരുൾ ചെയ്തത്? ഉത്തരം, ഈ വീടിന് സമാധാനമെന്ന് ആദ്യമേ ആശംസിക്കണം. ചോദ്യം 3. ലൂക്ക 10-ാം അധ്യായത്തിൽ ഏതൊക്കെ അനുതപിക്കാത്ത നഗരങ്ങൾക്ക് ദുരിതമെന്നാണ് പറയുന്നത്? ഉത്തരം, കൊറാസിൻ, ബെത്സയിദ. ചോദ്യം 4. കൊറാസിൻ, ബെത്സയിദ നഗരങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്നാണ് ലൂക്ക 10-ാം അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം, അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ അനുതപിക്കുമായിരുന്നു. ചോദ്യം 5. ആകാശത്തോളം ഉയർത്തപ്പെട്ട നഗരം? ഉത്തരം, കഫർനാം. ചോദ്യം 6. ആകാശത്തോളം ഉയർത്തപ്പെട്ട കഫർനാമിന് എന്ത് സംഭവിക്കും? ഉത്തരം, പാതാളത്തോളം താഴ്ത്തപ്പെടും. ചോദ്യം 7. യേശുവിനെ നിരസിക്കുന്നവൻ ആരെയാണ് നിരസിക്കുന്നത്? ഉത്തരം, യേശുവിനെ അയച്ചവനെ. ചോദ്യം 8. കർത്താവ് അയച്ച 72 പേരും തിരിച്ചു വന്നത് എങ്ങനെ? ഉത്തരം, സന്തോഷത്തോടെ. ചോദ്യം 9. പിശാചുകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് സന്തോഷിക്കേണ്ടത് എന്തിലാണ്? ഉത്തരം, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ. ചോദ്യം 10. യേശുവിനെ പരീക്ഷിക്കാൻ ഗുരു നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചത് ആര്? ഉത്തരം, നിയമജ്ഞൻ. ചോദ്യം 11. നല്ല സമരിയക്കാരന്റെ ഉപമയിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യൻ എവിടെ നിന്ന് എവിടേക്ക് പോവുകയായിരുന്നു? ഉത്തരം, ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക്. ചോദ്യം 12. നല്ല സമരിയക്കാരൻ സത്രം സൂക്ഷിപ്പുകാരന്റെ കയ്യിൽ എത്ര ധനാറ കൊടുത്ത് ഏൽപ്പിച്ചത്? ഉത്തരം, 2. ചോദ്യം 13. നല്ല സമരിയക്കാരന്റെ ഉപമയിൽ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട മനുഷ്യന് അയൽക്കാരനായി വർദ്ധിച്ചത് ആര്? ഉത്തരം, അവനോട് കരുണ കാണിച്ചവൻ. ചോദ്യം 14. യേശുവിനെ സ്വഭവനത്തിൽ സ്വീകരിച്ചതിന് ശേഷം പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വികച്ചിത്തയായിരുന്നത് ആര്? ഉത്തരം, മർത്ത. ചോദ്യം 15. കർത്താവെ, യോഹന്നാൻ തന്റെ ശിഷ്യരെ പഠിപ്പിച്ചതുപോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞത് ആര്? ഉത്തരം, ശിഷ്യന്മാരിൽ ഒരുവൻ. ചോദ്യം 16. യേശു പിശാചുകളെ ബഹിഷ്കരിക്കുന്നത് പിശാചുകളുടെ തലവനായ ആരെക്കൊണ്ട് എന്നാണ് ചിലർ ആരോപിച്ചത്? ഉത്തരം, ബെൽസെബൂൽ. ചോദ്യം 17. അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ എന്തു ചെയ്യും? ഉത്തരം, വരണ്ട സ്ഥലങ്ങളിലൂടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. ചോദ്യം 18. അടയാളം അന്വേഷിക്കുന്ന തലമുറയ്ക്ക് നൽകപ്പെടുന്ന അടയാളം എന്ത്? ഉത്തരം, യോനായുടെ അടയാളം. ചോദ്യം 19. യോന ആർക്കാണ് അടയാളമായിരുന്നത്? ഉത്തരം, നിനേവെ നിവാസികൾക്ക്. ചോദ്യം 20. വിധി ദിനത്തിൽ ഈ തലമുറയിലെ ജനങ്ങളോടൊപ്പം ഈർപ്പിക്കപ്പെടുകയും ഇതിനെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ആരെപ്പറ്റി? ഉത്തരം, ദക്ഷിണദേശത്തെ രാജ്ഞിയും നിനേവെ നിവാസികളും. ചോദ്യം 21. സോളമന്റെ വിജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് വന്നത് ആര്? ഉത്തരം, ദക്ഷിണദേശത്തെ രാജ്ഞി. ചോദ്യം 22. ശരീരത്തിന്റെ വിളക്ക്? ഉത്തരം, കണ്ണ്. ചോദ്യം 23. ലൂക്ക 11-ാം അധ്യായത്തിൽ തന്റെ കൂടെ ഭക്ഷണത്തിനായി യേശുവിനെ ക്ഷണിച്ചത് ആര്? ഉത്തരം, ഒരു ഫരിസേയൻ. ചോദ്യം 24. ഫരിസേയർ അവഗണിച്ച് കളയുന്നത് എന്തെല്ലാം? ഉത്തരം, ദൈവത്തിന്റെ നീതിയും സ്നേഹവും. ചോദ്യം 25. ബലിപീഠത്തിനും വിശുദ്ധ സ്ഥലത്തിനും മധ്യേ വെച്ച് കൊല്ലപ്പെട്ടത് ആര്? ഉത്തരം, സക്രിയ. ചോദ്യം 26.
വിജ്ഞാനത്തിൻ്റെ താക്കോൽ കരസ്ഥമാക്കിയിരിക്കുന്നത് ആരാണ്? ഉത്തരം നിയമജ്ഞർ. ചോദ്യം 27. ആർക്കെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല? ഉത്തരം പരിശുദ്ധാത്മാവ്. ചോദ്യം 28. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. വചനഭാഗം ഏത്? ഉത്തരം ലൂക്ക 12-ാം അധ്യായം 34-ാം വാക്യം. ചോദ്യം 29. കർത്താവെ, നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ എന്ന് ചോദിച്ചത് ആര്? ഉത്തരം പത്രോസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഷെയർ ചെയ്യുക.